അഗ്രികൾച്ചർ ആൻഡ് ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഞങ്ങൾ കുറച്ച് മെമ്പേഴ്സിനെയും കൂടെ നമ്മളെ വ്ളോഗിലോട്ട് ആഡ് ചെയ്യാണ്. എന്റെ പേര് ഇർഷാദ്. ഞങ്ങളെല്ലാവരും ദുബായിൽ DSR ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ജിൽസനാണ്. ഇന്നു മുതലുള്ള നമ്മുടെ ബ്ലോഗില് നമ്മുടെ ചങ്ങായിമാരെല്ലാം നമ്മുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാവണം. സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ അഗ്രികൾച്ചർ ആൻഡ് ട്രാവൽ എന്ന പേരിൽ യൂട്യൂബ് ചാനലുണ്ട്. ഇതേ പേരിൽ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ആ ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അന്നേരം ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ പ്ലാൻ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാ ആഴ്ചയും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാവലിംഗ് ആയിട്ടും അഗ്രികൾച്ചർ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ടും ഇങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അടിപൊളിയാക്കണം. പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങള് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഹുബൈബ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷന്റെ അടുത്തൂടെയാണ്. ഇവിടെ വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ പിന്നെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായി കാണുന്നുണ്ട്. നല്ല രസത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ കൊറോണയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ആളുകളൊക്കെ കുഞ്ഞു കുഞ്ഞു ഫാമിലീസ് ഒക്കെ ആയിട്ടും കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു പാർക്ക് രീതിയിലാണ് ആൾക്കാരൊക്കെ അവരുടെ ഓഫ് ഡേ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളൊക്കെ ഒരു ചെറിയൊരു റിലാക്സിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്പോട്ടിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ അബ്രയിലേക്ക് നീങ്ങാം. ഇപ്പൊ കാണുന്നത് ബർദുബായിലെ അബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അബ്ര എന്നുള്ളതിനോട് നമ്മൾ അർത്ഥമാക്കുന്നത് അതൊരു അറബിക് വേർഡാണ്. ബോട്ട് ജെട്ടി എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാണ് ഇത് വരുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് ഫെറി ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ടു ഷാർജ, മറീന അങ്ങനത്തെ പ്ലേസുകളിലോട്ടുള്ള വെള്ളത്തിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ആണ്. ഫെറീനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കടൽക്കാക്കകളൊക്കെ നല്ല സെറ്റപ്പ് അല്ലേ? സത്യത്തിൽ ഇവിടെയൊക്കെ നമ്മളെന്തെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും ഭാരമൊക്കെ വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എങ്ങനെയാ പറയാ, വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മൈൻഡ് ഫ്രീ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഓഫ്ലോഡ് ചെയ്ത് പോകാൻ പറ്റാവുന്ന ഒരു സ്പേസ്. അതെ അതെ, എന്താ രസം കളിക്കുന്നതിന്റെ വെള്ളത്തില്. അതെ അതെ, എത്ര ഒരു എന്താ പറയാ അടിപൊളിയാ വെള്ളത്തിലൊക്കെ കിടന്നിട്ടില്ലേ. എന്തൊരു ഏതൊരാൾക്കും എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ്. അതെ, സത്യമായിട്ടും നമ്മളെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ രീതിയിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ദുബായിലെ ഏറ്റവും പഴയ ഒരു ഓർമ്മയായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ അബ്ര ബോട്ട് സർവീസ്. ഇത് രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇതിന്റെ സർവീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ബർദുബായിൽ നിന്ന് ദേര എന്നിട്ടുള്ള ദുബായിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 1 ദിറംസ് മാത്രമാണ് നമുക്ക് ചെലവ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇത് 1 ദിറംസ് ദേരയിലോട്ട് എത്താൻ പറ്റും. ബസ്സിന് പോവാണെങ്കിൽ മെട്രോയ്ക്ക് പോവാണെങ്കിൽ മിനിമം 3 ദിറംസ് 5 ദിറംസ് ഒരു സ്റ്റേജിനനുസരിച്ചാണ് അവിടെ ഇത് വരുന്നത്. 3 ദിറംസ് മിനിമം ചാർജ് ആണ്. അവിടെയാണ് നമ്മൾ വെറും 1 ദിറംസ് കൊണ്ട് നമുക്ക് ഒരു ബോട്ടിലുള്ള അത്രയും എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ട്രാവല് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഗ്രാൻഡ് സൂക്ക് ബർദുബായുടെ ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെ ഷോപ്പിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതൊന്ന് വെറുതെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. ശരിക്കും പിന്നെ പലവ്യഞ്ജനങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയാ അതിന്റെ ഒക്കെ ഒരു പറുദീസ് തന്നെ കേട്ടോ ഈ ഒരു ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം. നമ്മുടെ നാട്ടില് അതെ, നമ്മൾ നാട്ടിലൊക്കെ ഇന്നേവരെ കാണാത്ത, നമ്മൾ വെറും പേര് കേട്ടിട്ട് മാത്രമല്ല, ചിലപ്പോ പേര് പോലും കേൾക്കാത്ത സാധനങ്ങളൊക്കെ
നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ നാട്ടിലെ ഇഞ്ചി കാര്യങ്ങളൊക്കെ പല രൂപത്തിലായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എന്താ പറയാ, ശരിക്കും നമുക്കൊക്കെ ഒരു കൗതുകമാണ്. അതെ അതെ, നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മളെ നാട്ടിൽ അത് കുന്തിരിക്കാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനൊക്കെ എത്ര മോഡൽ പല വെറൈറ്റിയിലുള്ള സംഭവം. അതെ അതെ, നല്ല എന്താ പറയാ, എന്താ ഇതിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മേടിക്കാൻ വേണ്ടി തോന്നും. ഊതിന്റെ തന്നെയാണെന്ന് തോന്നണു. കുന്തിരിക്കുമ്പോ വെച്ചേക്കുന്നതാണോ അതെന്ന് തോന്നണു. ഈ ഒരു സംഭവം നോക്കി, ഇതൊരു എന്തൊരു സംഭവം, നമ്മളെ എങ്ങനെയാ ഒരു പാത്രങ്ങൾ, ഇറാനി മോഡലിലുള്ള സംഭവങ്ങള്, ഓൾഡ് ടൈപ്പ് ഓഫ് പാത്രം, പഴയ ഒരു പിഞ്ഞാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം. അതെ അതെ അതെ, ക്ലോക്കൊക്കെ നോക്കി അടിപൊളിയായിട്ട്. നമ്മള് ഇങ്ങനെ ഇവിടെ നടക്കുന്ന സമയത്ത് ഇവിടെ സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. നമ്മളെ മിക്സി ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നല്ല ഓറഞ്ചിന്റെ ജ്യൂസ് അടിക്കുന്നത് അടിപൊളിയാണോ എന്നുള്ളത് നമുക്ക് കുടിച്ചു നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത് എന്താണെന്നുള്ളത്. ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അടിപൊളി. നമ്മളെ എന്താ പറയാ, കറക്റ്റ് പിന്നെ നാരങ്ങയുടെ ഈ സത്തൊക്കെ കറക്റ്റ് അതിലോട്ട് ഇൻക്ലൂഡ് ആവുന്ന രീതിയിലുള്ള ഒരു സംഭവം. അടിപൊളിയാണ് കേട്ടോ സംഭവം അല്ലേ, കാണാൻ നല്ലൊരു ഇതൊക്കെ ആയിട്ട്. ഇത് ഓറഞ്ചുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കരിമ്പ് ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അബ്രയിലത്ത് തന്നെ ഒരു എന്താ പറയാ, അബ്രയിലത്ത് തന്നെ ഒരു സൈഡിലോട്ട് ഒരു ചെറിയൊരു മാർക്കറ്റൊക്കെ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞ മാർക്കറ്റിന്റെ ഒക്കെ ഒരു അതിനുള്ള ശേഷമായിട്ടുള്ള ഒരു സംഭവം. നമ്മളങ്ങനെ മെയിൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരുപാട് പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ അതുപോലെ പാർക്ക് അങ്ങനത്തതൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത് ലൈറ്റ് കൊണ്ട് ഇവിടെ UAE ഇപ്പോൾ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് കൊണ്ട് ഇവിടെ ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നാൽ തന്നെ നമ്മുടെ UAEയിലുള്ള പ്രവാസികളായ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ ഒടുവിൽ അങ്ങനെ എത്തിപ്പെട്ട് വെച്ചാൽ അവിടെ സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ ഊതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് ഒരുപാട് ഊതിന്റെ ഒരുപാട് ഐറ്റംസ് ഈ ഏരിയ ഫുൾ ഊതിന്റെ ഏരിയ ആണ്. അപ്പോ നമുക്ക് ജസ്റ്റ് ചോദിച്ചത് തന്നെ വാട്ട് ഇസ് ദിസ്? You can just explore. For the house. Okay. This one 5 fragrance. They are so natural gum wood fragrance. Okay. I have for you from wood. This is wood fragrance. Wood fragrance. Yes. Okay. This is saffron fragrance. Okay. This is lavender fragrance. This one is jasmine. Okay. And this one is rose fragrance. Different Yeah, flavors. different. 5 fragrance. Ah, They are yes. so very nice for the house. After you make it full mosquito bite smell, all is removed. It will make fresh smell for the house. Very nice. ടാറ്റ തരുന്ന പൂച്ച. അതെ, ചൈന എഴുതി വെച്ചേക്കുന്ന തോന്നുന്നു അല്ലേ? ചൈനീസ് വേർഡാണെന്ന് തോന്നുന്നു. ചൈനയിൽ നിന്നൊരു നമുക്ക് അറിയില്ല, ചൈനീസ് വായിക്കാൻ അറിയില്ലേ? അതിന്റെ നോട്ടം നോക്കിയേ, നിഷ്കളങ്കമായ നോട്ടം, പാവം. നല്ല രസമില്ല കാണാൻ വേണ്ടിട്ട്. നല്ലൊരു വ്യൂ ഇല്ലേ കാണാൻ വേണ്ടി. നമ്മൾ ഈ പിറകിൽ കാണുന്ന ഈ ഒരു ഹൗസ് ബോട്ടിംഗ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ നാട്ടിൽ ഈ ആലപ്പുഴയൊക്കെ ഉള്ളത് പോലെ തന്നെ. പക്ഷെ ആലപ്പുഴയൊക്കെ നമുക്ക് ഒരു ദിവസം ഫുള്ള് നിൽക്കാനും ഒരു നൈറ്റ് ഫുള്ള് നിൽക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇവർ ചെയ്യുന്നത് മാക്സിമം 1 hour ഒക്കെ ആണ് ഇതിന്റെ ട്രാവലിംഗ് ടൈം അവർ പറയുന്നത്.
പിന്നെ നമുക്കിതിൽ ഫുഡ് കാര്യങ്ങൾ പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടിയാണ് നോർമലി ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചാർജ് വരുന്നത് 35 ദിറംസ് to 40 ദിറംസ് ആ ഒരു അതിന്റെ ഒരു റേറ്റാണ് വരുന്നത്. അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇപ്പോഴേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ തന്നെ ഓൾ ഓപ്ഷൻ നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ലാസ്റ്റ് നമ്മളിപ്പോ മുമ്പ് നേരത്തെ ഓറഞ്ച് ജ്യൂസ് കുടിച്ച കടയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിക്കുക. നമ്മൾ അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ. ഹലോ, സുൽത്താൻ എങ്ങനെയുണ്ട് ഓറഞ്ച് ജ്യൂസ്? എങ്ങനെയുണ്ട്? അടിപൊളി ഓറഞ്ച് ജ്യൂസ് അല്ലേ? അടിപൊളി. हेलो काटी ये ले बीच करना പക്ഷേ കരിമ്പ് ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് നോക്കി. സൂപ്പർ.